പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നല്ലൊരു ദിവസം അച്ഛൻ ആശംസിക്കുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം തീർച്ചയായിട്ടും ഉയർപ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ ഉദ്ധിതനായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു സംഭവം, പ്രത്യേകിച്ച് പത്രോസിൻ്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവം വേണ്ടി പത്രോസിനെ എപ്രകാരം ചേർത്ത് പിടിച്ചോ അതുപോലെ നമ്മെയും ചേർത്ത് പിടിക്കുമെന്ന വലിയൊരു വചനഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. എത്രമാത്രം പാപം ചെയ്തോ തിന്മ ചെയ്തോ നാം കുറ്റബോധത്തിലിരിക്കുമ്പോൾ പത്രോസിനെ പോലെ ആകുമ്പോൾ എപ്രകാരമാണ് പത്രോസിനെ ദൈവം ചേർത്ത് പിടിച്ചത് എന്ന് ധ്യാനിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഉദ്ധിതനായ കർത്താവിൻ്റെ സ്നേഹം നമുക്കും അനുഭവിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഞാൻ ആരുപേക്ഷിച്ചാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ശിഷ്യ പ്രമുഖൻ ഉപേക്ഷിച്ചു? സങ്കടം വന്നു. അവൻ്റെ ആ സങ്കട അവസ്ഥയിൽ യേശു അവനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഉദ്ധിതനായ കർത്താവ് ഉദാഹരണ അനുഭവം ആദ്യം പങ്കുവച്ച പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുമ്പോൾ പത്രോസിൻ്റെ കാര്യം പ്രാധാന്യം കൊടുത്ത് പറയുന്നുണ്ട്. യേശു പറഞ്ഞു, നീ പോയി എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക എന്ന് പറയുമ്പോൾ പത്രോസിനെ പ്രത്യേകമാവതം ചേർത്ത് വയ്ക്കുന്ന കർത്താവാണ്. തന്നെ തള്ളി പറഞ്ഞു എന്ന കുറ്റബോധത്താൽ ഇരിക്കുന്ന പത്രോസിനെ നേടുവാൻ വേണ്ടി അവൻ്റെ പേര് വീണ്ടും പ്രാധാന്യം കൊടുത്തു പറഞ്ഞുകൊണ്ട്, എടാ പത്രോസേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പത്രോസേനെ കാണുന്നത്. ഓർക്ക പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞിട്ട് പരാജയപ്പെട്ടത്? കാര്യമുണ്ട്. പത്രോസിൻ്റെ അമിതമായ ആത്മവിശ്വാസത്തിൻ്റെയും മാനുഷികമായ ബലഹീനതയും സൂചിപ്പിക്കുന്നു. അതാണ് പ്രിയമുള്ളവരെ, പത്രോസ് പറഞ്ഞു, ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഓടിയാൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞില്ലേ? പത്രോസിൻ്റെ ആത്മവിശ്വാസം, അമിതമായ ആത്മവിശ്വാസം. എങ്കിലിവിടെ കാണുന്നത് മാനുഷ്യമായ പത്രോസിൻ്റെ ബലഹീനതയെ സൂചിപ്പിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. മറക്കരുത് പ്രിയമുള്ളവര്, ഏതു പരാജയത്തെയും കീഴടക്കുവാനും തോൽപ്പിക്കുവാനും ദൈവകൃപയ്ക്ക് സാധിക്കും. ദൈവകൃപ പത്രോസിനെ നേടി. ഓർക്ക പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായ അനുതാപം കൃപയിലേക്ക് നയിക്കും. മറക്കരുത്, ആത്മാർത്ഥമായ അനുതാപം, ഹൃദയം തുറന്നുള്ള അനുതാപം നമ്മെ കൃപയിലേക്കും വലിയ അനുഗ്രഹത്തിലേക്കും നയിക്കും. പത്രോസിനെ സഭയുടെ തലവനായി ഏൽപ്പിച്ചപ്പോൾ തമ്പുരാൻ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. പത്രോസിൻ്റെ ഏത് അപൂർണതയും ദൈവം നോക്കില്ല. പൂർണ്ണതയ്ക്ക് പകരം കൃപയാൽ സഭയെ കെട്ടിപ്പടുത്തുവാൻ വേണ്ടി പത്രോസിനെ ദൈവം ഏൽപ്പിച്ചു. ഓർക്ക പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാർത്ഥ നിറഞ്ഞ ഹൃദയം കാണുന്ന കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കും, നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിലെ പരാജയം അവസാന വാക്കല്ല. ഹൃദയം കാണുന്ന കർത്താവ് നമുക്ക് വീണ്ടും 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 അവസരം തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിനെ പോലെ യഥാർത്ഥ അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരുവാൻ പറ്റാത്ത തരത്തിൽ പോലും കുറ്റബോധവും വേദനയാൽ അവകാശബോധത്താൽ ഞാൻ മാറുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്ന യേശു പത്രോസിനെ ചേർത്ത് പിടിച്ച പോലെ എന്നെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് ഉദ്ധിതനായ കർത്താവ്. നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം അച്ഛൻ ആശംസിക്കുന്നു.
എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.